വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിതാ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതല്ലേ, ഇന്ന് പോകുന്നത് ജമാ മസ്ജിദിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളിതാ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ആദ്യം പോകുന്നത് നമ്മൾ ഷോപ്പിലേക്കാണ്. അപ്പം നാത്തൂനൊന്നും ഷോപ്പിൽ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ജമാ മസ്ജിദിലേക്ക് പോകുന്നത്. ഇന്ന് നമ്മൾ തനിച്ചാട്ടോ പോകുന്നത്, മെട്രോയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഷോപ്പ് കാര്യങ്ങളും മെട്രോയിൽ യാത്ര എല്ലാം ഒന്ന് കാണാം കേട്ടോ. നമുക്ക് ജമാ മസ്ജിദിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മളിതാ ഷോപ്പിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് കരോൾ ബാഗ് മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ മെട്രോ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ജമാ മസ്ജിദിലേക്കാണ്. അതിന് നമ്മൾ മെട്രോ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. മണ്ഡി ഹൗസിലേക്കാണ് ഇവിടുന്ന് ഡയറക്റ്റ് കയറുക. കരോൾ ബാഗിൽ നിന്ന് അവിടുന്ന് മണ്ഡി ഹൗസിൽ നിന്ന് നേരെ കയറുന്നത് ജമാ മസ്ജിദിലേക്കാണ്. അത് നമുക്ക് ഇവിടെ മെട്രോയിൽ കയറിയാൽ അങ്ങനെ തെറ്റിപ്പോകാനൊന്നുമില്ല, കാരണം നമുക്ക് ഇതിന് ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് നല്ലപോലെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പോകാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് എളുപ്പവഴിയാണ് കേട്ടോ. വേണമെങ്കിൽ യെല്ലോ ലൈൻ ബ്ലൂ ലൈൻ എല്ലാം അതിൽ കാണിക്കും, നമ്മൾ ഇതിലേക്കാണ് ഷിഫ്റ്റ് ആവേണ്ടത്. അങ്ങനെയെല്ലാം നമുക്ക് നമ്മളെ മെട്രോൻ്റെ ആപ്പ് തന്നെ കാണിക്കും. അപ്പോൾ അത് ആരെങ്കിലും ഡൽഹിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങളിതാ ജമാ മസ്ജിദിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങാൻ നമ്മൾ നേരെ മെട്രോ ഇറങ്ങുന്നതിന് ജമാ മസ്ജിദിൻ്റെ അടുത്തുള്ള മാർക്കറ്റിലേക്കാണ് കേട്ടോ. മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് കാണാം കേട്ടോ. വില കുറവിലൊക്കെ ആയിട്ട് കുറേ ക്വാളിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നിയത്. എന്താണെന്നാൽ നോക്കി വാങ്ങിയാൽ നല്ലത് കിട്ടാൻ മതി. പിന്നെ ഈ ജൂട്ടി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങുന്നത് നല്ല സാധനങ്ങളാണ് കേട്ടോ. ഇനി നിങ്ങൾ ആരെങ്കിലും അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കി വാങ്ങിയാൽ മതി, നല്ല സാധനങ്ങൾ കിട്ടും. നമ്മളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് പറഞ്ഞത്. പിന്നെ നമ്മളിതാ മെയിൻ കവാടം കടന്നിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് 2-3 ഗേറ്റ് ഉണ്ട്. നമുക്ക് ഓരോ ഗേറ്റ് ഓരോ ഭാഗത്തേക്കായിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഗേറ്റ് കടന്നാൽ വരുന്നത് നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്കുള്ളവയാണ് കേട്ടോ. അവിടുന്ന് കാണുകയും ചെയ്യുക സെക്കൻഡ് ഗേറ്റ് ആണെന്നാണ് തോന്നുന്നത്. അതിലൂടെ നമുക്ക് പോയാൽ നമ്മുടെ ഫുഡ് സ്ട്രീറ്റിലെത്തും. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുള്ളത് ഈവനിങ് ടൈമിലാണ് കേട്ടോ. ഒരു 5 മണി ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാന്നുള്ള ഇതിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ പർച്ചേസിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ കൂടെ ഉണ്ട്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ നല്ല കള്ളന്മാരെ ശല്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അതൊന്നും വീഡിയോ അധികമായിട്ട് എടുക്കാതിരുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നല്ലേ, ഇവിടെ റെഡ് ഫോർട്ട് നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഥയൊക്കെ പറഞ്ഞ ശേഷം നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് വ്യൂ കൂടെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ കേട്ടോ. അവിടുത്തെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്, നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നത് കേട്ടോ. തിരിച്ച് പോകുന്നില്ല, ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാത്തൂന് ആദ്യമായിട്ട് തന്നെ ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കറങ്ങി കാണണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയത് നമ്മുടെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അവിടുത്തെ അടിപൊളി നമ്മുടെ മുഹബത്ത് ക സർബത്തിൻ്റെ അടുത്താണ് ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ചെന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ല ഫുഡ് സ്പോട്ടാണ് കേട്ടോ. എന്താ പറയുക, പല വെറൈറ്റി ഐറ്റംസും കിട്ടും. അപ്പം നമ്മൾ എന്താ പറയുക, ഇവർക്ക് വേറിനൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മളങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ.
ഇവിടെ ഒത്തിരി നല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഫുഡ് സ്ട്രീറ്റിൽ വന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബീഫിൻ്റെ കബാബ് ഐറ്റംസ്, മട്ടൺ, ചിക്കൻ, അങ്ങനെ എല്ലാത്തിലും വന്നിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കബാബ് ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. അതുപോലെ നല്ല റൊട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഡൽഹിയിൽ വന്നാൽ നമുക്ക് മന്തി കഴിക്കാൻ എവിടെയാണ് ഒരു ബെസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാലും നമ്മൾ പറയാം ഈ ഫുഡ് സ്ട്രീറ്റിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഉണ്ട് നമുക്ക് നല്ലൊരു മന്തി കട വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിനെ നമുക്ക് കഴിക്കട്ടോ. അത് ഗുലാബ് ജാമുൻ, അതുപോലെ എന്താ പറയുക സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത നമ്മൾ സ്പോട്ടുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ല വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. അപ്പം എൻ്റെ അടുത്ത തവണ കാണും വരേക്കും ബൈ.